ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ റമദാനൊക്കെ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് അല്ലേ. ഫസ്റ്റത്തെ നോമ്പാണ് അല്ലേ. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വന്നു, നമ്മുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഇതവിടെ ഒരാൾ ഹായ് പറയും. ദീദിമാര് സ്കൂളിൽ വിട്ട് വന്ന പൊലിവിലാണ് അവർ. അപ്പോൾ എല്ലാവരുടെയും ഫസ്റ്റത്തെ നോമ്പ് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല അല്ലേ. പ്രത്യേകിച്ച് വലിയ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാലേ ഒട്ടുണ്ടാവുക, കാരണം നോമ്പ് വാങ്ങി കൊടുക്കണതിൻ്റെ ആ ഒരു മൊമെൻറ്റിലാവും നമുക്ക് ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. മാഷാഅല്ലാ. ആ നാളെ സ്കൂളുണ്ട്. ഇപ്പൊ എന്നുള്ളൊരു ചോദ്യം, നാളെ സ്കൂളുണ്ടാ, നാളെ സ്കൂളുണ്ടാ, ഇന്ന് സ്കൂളുണ്ടാ. സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരിക്കും. എന്തൊരു മടിയാ സ്കൂളിൽ പോവാൻ അല്ലേ. എന്തിനിങ്ങനെ മടിയാ? ആദ്യം പഠിക്കണ്ടേ? സ്കൂളില്ലാത്ത ദിവസം നോമ്പെടുത്തോട്ടാ. അതിന്റെ കഴുത്ത്. ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായിട്ടോ. ഇന്ന് രാവിലെ ഒരാൾ കിടന്നിറങ്ങുമ്പോ ആളുടെ മേത്ത് തല വെച്ചിട്ട് പൂച്ച വന്ന് കിടന്നു. ഈ കണ്ടില്ലല്ലോ? കണ്ടോ? ആ നല്ല ഉറക്കം, നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഞാൻ വേറെ അപ്പുറത്തെ റൂമിലിരുന്നിട്ട് ഒതുങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പുറത്തെ റൂമിലിരുന്നിട്ട് വരെ സ്കൂളിൽ പോകാൻ മുടിയൊക്കെ കെട്ടി കൊടുക്കായിരുന്നു. അപ്പണ്ട് ഇവളെന്തോ എടുക്കാൻ വേണ്ടിയിട്ട് റൂമിൽ പോയതാ. അപ്പൊ ഉമ്മ അങ്ങോട്ട് ഓടി വാ, പൂച്ച കയ്യാനെ കാട്ടുന്നു എന്നിങ്ങനെ പറഞ്ഞു. നോക്കുമ്പോ പൂച്ച സുഖമായിട്ട് അവന്റെ മേത്ത് തലയിൽ വെച്ചിട്ട് കൊടുക്കും. പൂച്ചക്ക് നല്ല ഇഷ്ടമാണ്, ഇവർക്കും നല്ല ഇഷ്ടമാണ്. കുഴപ്പമൊന്നുമില്ല, മാന്തണൊന്നുമില്ല കേട്ടോ. മാന്തണ്ടാ? പക്ഷെ ഇവനെ അങ്ങോട്ട് ഭയങ്കര വികൃതി കാട്ടുമ്പോ ചെറുതായിട്ട് നഖൊക്കൊന്ന്. പിന്നെ വാക്സിനൊക്കെ എടുത്തോണ്ട് 3 മാസത്തിന് കുഴപ്പമില്ലല്ലോ. അപ്പൊ റമളാന്റെ പണികളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പൊ അസർ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പോയിട്ട് നിസ്കരിക്കട്ടെ. പുള്ളിവടക്കുള്ളത് അരിഞ്ഞ് നമ്മുടെ ഉപ്പൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പൊ അതവിടെ നിന്ന് സെറ്റ് ആവട്ടെ. ഞാൻ പോയി നിസ്കരിച്ചിട്ട് ബാക്കി പണി നോക്കാം. അപ്പോൾ പാത്തുവിനൊരു കഷ്ണം ഇറച്ചിയുടെ പീസ്, ചിക്കൻ്റെ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു കഷ്ണം കൊടുത്തായിരുന്നു. പക്ഷെ ആളിങ്ങനെ തട്ടിക്കളിക്കുകയാണ് കേട്ടോ. വലിയ പീസ് ആയതുകൊണ്ടാണ് തോന്നുന്നു, ഭയങ്കര തട്ടിക്കളിയാണ്. അതേപോലെ തന്നെ അവൾക്ക് മീൻ കൊടുത്താലും അങ്ങനെ കൊടുത്ത് അവളിങ്ങനെ ഉണ്ട് കാലുകൊണ്ട് ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ട് ഇപ്പോൾ എന്നിട്ട് മൈൻഡ് ചെയ്യാത്ത പോലെ അവിടെ വന്ന് കിടക്കുകയാണ് കേട്ടോ. ചിക്കൻ വേണ്ടേ, ചിക്കൻ വേണ്ടേ? അവൾക്ക് എന്താണാവോ, ഒന്നങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവൾ തീരെ കഴിക്കില്ല. പിന്നെയും പിന്നെ ഇങ്ങനെ പോയി നോക്കി 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 തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം ഞാനത് ഇട്ട് വന്നിട്ട് അവൾക്കത് പീസാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ അവൾ നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ട് ഫുള്ള് കഴിച്ചു കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തപ്പോൾ അവൾ നന്നായിട്ട് അതായിരുന്നു ഇങ്ങനെ കഴിച്ചു. അപ്പോൾ ഞാൻ ഉള്ളി നന്നാക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇൻട്രോ എടുത്തത്.
അപ്പോൾ അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഉള്ളി ഞാൻ നന്നാക്കി അങ്ങനെ ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിവട ഉണ്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം തന്നെ ഉള്ളിയൊക്കെ തോല് കളഞ്ഞ് ഉപ്പൊക്കെ തിരുമ്പിയിട്ട് ഇൻട്രോ എടുത്തിട്ട് ഇൻട്രോ എടുക്കുകയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്കൂൾ വിട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ ഒന്നും ക്ഷീണമില്ല കേട്ടോ. കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഉഷാറായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. മാഷാഅല്ലാ നല്ല ദാഹമോ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് അടിക്കുക കഴിഞ്ഞപ്പോൾ അവൾ വന്നിങ്ങനെ നോക്കി കിടക്കുകയാണ്. ഞാനീ കൊയ്യ് വെച്ചു കൊടുക്കണ നോക്കിയേ. പൂച്ച കടിക്കില്ല പൊന്നാ. എന്താ നല്ല ഇഷ്ടമായിക്കണു കേട്ടോ റയാനെ. പൂച്ചക്ക് നല്ല ഇഷ്ടമായിക്കണു റയാനെ. പാത്ത് കടിക്കും പൊന്നാ. കച്ചോ വേണ്ടടാ. മോനെ ഇറങ്ങായിരുന്നു. അവൻ എണിച്ച് വന്നിട്ട് ഇങ്ങനെ പൂച്ചറേറ്റ് നിന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 6:30 ആയിട്ടുണ്ട്. മാങ്ങ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സും ഉള്ളിവടയും പിന്നെ അതേപോലെ തരിക്കഞ്ഞി വെള്ളം കലക്കിയത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ദിവസമായിരുന്നു കുറച്ച് അധികം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കടിയായിട്ട് ഞാൻ ഉണ്ടാക്കിയത് പൂരിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മാങ്ങ കൊടുത്തു. നോമ്പൊക്കെ ഇറന്നു. അൽഹംദുലില്ലാ അങ്ങനെ ഫസ്റ്റത്തെ നോമ്പ് കംപ്ലീറ്റായി. അപ്പോൾ എല്ലാവരുടെയും നോമ്പ് തുറ ഉഷാറായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റത്തെ നോമ്പ്, എല്ലാവർക്കും എക്സ്പീരിയൻസ്. ഇതേപോലെ നമുക്കും എല്ലാവർക്കും 30 നോമ്പ് എടുക്കാനുള്ള ഭാഗ്യം തൗഫീക്ക് നൽകട്ടെ പടച്ചോന്. അപ്പോൾ ഇന്ന് വോയിസ് കൊടുക്കുമ്പോൾ നല്ല നോയ്സ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. കാരണം ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എല്ലാ മക്കളും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൗണ്ട് കേൾക്കണം. എനിക്കിങ്ങനെ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ അധികം മാവ് ഇഷ്ടമല്ല കേട്ടോ. കൂടുതൽ ഉള്ളിയാണ് ഇഷ്ടം. ഉള്ളി ഇങ്ങനെ കാണാനുണ്ടോ എനിക്ക് അധികം ഇഷ്ടം. ഞാൻ അതുപോലെയാണ് പിന്നെ ഉണ്ടാക്കിയത്. നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ച് ഇക്കാക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കുട്ടികളും എല്ലാവരും ഇരുന്ന് നോമ്പറന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പാത്തുവിനിട്ട് കൊടുത്തു നോക്കിയതാണ്. പക്ഷെ അവൾ കഴിച്ചില്ല. അവൾ മൈൻഡ് പോലും ചെയ്തില്ല. അവൾ കണ്ട ഭാഗം പോലും നടിക്കാണ്ട് അവളവിടെ പോയി കിടന്നു കേട്ടോ. അവൾക്ക് ഇഷ്ടമായില്ല തോന്നുന്നു. ഒന്ന് മണത്ത് നോക്കിയാൽ മാത്രമേ ചെയ്തുള്ളൂ. അതഞ്ഞ് വയറ് നിറഞ്ഞിട്ടാണാവോ ആൾ മൈൻഡേ ചെയ്യുന്നില്ല. കുടിക്ക് ഇനി ഒപ്പം തട്ടിക്കളയില്ലേ. അപ്പം അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ജ്യൂസ് വേണം, തരിക്കഞ്ഞി ഉണ്ടാക്കിയത് വേണം. അപ്പോൾ അങ്ങനെ അത് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരാൾ ഇരുന്നിട്ട് എഴുതി പഠിക്കുന്നുണ്ട്. ഞാൻ എഴുതി പഠിക്കില്ല, ഹോംവർക്ക് ചെയ്യാണ്. സ്കൂളിൽ വന്ന് തല കഴുകിയിട്ട് മുടി കെട്ടി വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ നോമ്പ് തുറക്കെ കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. ഇനി വാങ്ക് കൊടുത്തിട്ട് തറാവിയും കാര്യങ്ങളും നിസ്കരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.